രാജാവ് ദുഃഖിതനായി, നിരാശനായി, കണ്ണുനീര് വാർത്ത് അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കുകയാണ്, ഞാൻ വരാം. രാജാവ് അങ്ങോട്ട് നോക്കി, മനസ്സിലാകുന്നില്ല ആരാണെന്ന്. മെലിഞ്ഞൊരു സ്ത്രീ, കീറിപ്പറഞ്ഞ വസ്ത്രം, വളരെ ക്ഷീണിച്ചിട്ടുണ്ട്. രാജാവ് പിന്നെയും നോക്കി, അങ്ങനെ പല പ്രാവശ്യം നോക്കിയപ്പോൾ ഓർമ്മയുടെ ആ കവാടങ്ങള് പതുക്കെ തുറന്ന് ആ മുഖം എന്നോ കണ്ടു മറന്ന മുഖം, ആദ്യത്തെ ഭാര്യയായിരുന്നു. മറ്റെല്ലാ ഭാര്യമാരും വരില്ല എന്ന് പറഞ്ഞപ്പോൾ താൻ വസ്ത്രം നൽകാതിരുന്ന, ഭക്ഷണം നൽകാതിരുന്ന, ആഭരണം നൽകാതിരുന്ന, ഒരു ചെറു പുഞ്ചിരി പോലും നൽകാതിരുന്ന ആ ഒന്നാമത്തെ ഭാര്യ പറയുന്നു, ഞാൻ വരാമെന്ന്. രാജാവിന് ഒരുപാട് ദുഃഖമുണ്ടായി. വസ്ത്രം നൽകാത്തതിന് ദുഃഖം, ആഭരണം നൽകാത്തതിന് ഉള്ള ദുഃഖം, സ്നേഹിക്കാത്തതിന്റെ ദുഃഖം, ഒരു പുഞ്ചിരി പോലും നൽകാത്തതിന്റെ ദുഃഖം. പക്ഷെ മരണമെടുത്തെത്തി. ഇതൊരു കഥയാണ്. ഈ നാലാമത്തെ ഭാര്യ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് നമ്മുടെ ശരീരമാണ്. നാം ഏറ്റവും അധികം സ്നേഹിക്കുന്നത് നമ്മുടെ ശരീരത്തെയാണ്. അതിന് നാം ഭക്ഷണം നൽകും, വസ്ത്രം നൽകും, ആഭരണം നൽകും, അങ്ങനെ അതിനെ മോടി പിടിപ്പിച്ച് എല്ലാ സ്ഥലത്തും പ്രദർശിപ്പിക്കും. പക്ഷെ മരണത്തോടുകൂടി അതിനോട് യാത്ര പറഞ്ഞു. മൂന്നാമത്തെ ഭാര്യ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് നമ്മുടെ സമ്പത്താണ്. കൂടി വന്നാല് ആ മൃതശരീരം നമ്മുടെ വീട്ടിൽ കിടക്കുമ്പോൾ ആ സമ്പത്തുമായിട്ടൊരു ബന്ധമുണ്ട്. അത് കഴിഞ്ഞിട്ട് അത് പള്ളിയിൽ നിന്ന് കൊണ്ടുവരുന്ന കട്ടിൽ നമ്മൾ കൊണ്ടുപോകും. അതോടുകൂടി അവസാനിച്ചു. ഈ രണ്ടാമത്തെ ഭാര്യ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ബന്ധുക്കളാണ്, സന്താനങ്ങളാണ്. ഖബറിലേക്ക് നമ്മുടെ മൃതശരീരം ഇറക്കി വെക്കുന്നതോടുകൂടി ആ ബന്ധവും അവസാനിച്ചു. ഈ ആദ്യത്തെ ഭാര്യ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് നമ്മുടെ ആത്മാവാണ്. ഈ ആത്മാവിന് വേണ്ട ഭക്ഷണം വിശ്വാസമാണ്, വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സൽക്കർമ്മങ്ങളാണ്. അത്തരത്തിലുള്ള ആത്മാവിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് യഥാർത്ഥ വിശ്വാസികളായിട്ട് ജീവിക്കുവാനും മരിക്കുവാനും ശ്രമിക്കണമെന്ന് എന്നോടാദ്യമായിട്ട് പിന്നീട് നിങ്ങളോടും പറയുന്നു. എങ്കിൽ മാത്രമേ വിശുദ്ധ ഖുർആനിലെ 89-ാം അധ്യായത്തിൽ 6-ാം വചനത്തിൽ അല്ലാഹു പറയുന്നില്ലേ, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജി ഇലാ റബ്ബിക റാളിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി എന്ന്. തൃപ്തിപ്പെട്ട, തൃപ്തി ലഭിച്ച, അല്ലാഹുവിൽ നിന്ന് തൃപ്തി ലഭിച്ച, സ്വയം തൃപ്തിപ്പെട്ട ആത്മാക്കളായിട്ട് എന്റെ ദാസന്മാർക്കിടയിൽ പ്രവേശിക്കട്ടെ, സ്വർഗത്തിൽ പ്രവേശിക്കട്ടെ എന്ന് അല്ലാഹു പറയുന്നില്ലേ. അത്തരത്തിലുള്ള യഥാർത്ഥ വിശ്വാസികളായിട്ട് ഇഹലോകത്ത് നിന്ന് വിട പറയുവാനുള്ള അനുഗ്രഹം അല്ലാഹു നൽകട്ടെ. ഇതിനുശേഷം സമയം വളരെ താമസിച്ചിട്ടുണ്ട്. പ്രസക്തമായ ചോദ്യങ്ങൾ ചോദിക്കുക. പലപ്പോഴും ചോദ്യോത്തര വേളയിൽ ചോദ്യകർത്താവിനെ പരാജയപ്പെടുത്താനുള്ള മനോഭാവത്തിൽ വരുന്ന ആളുകളുണ്ട്. ഇതില് ഈ ചോദ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പരാജയത്തിന്റെ പ്രശ്നമൊന്നുമില്ല. അറിയുന്നത് അറിയും എന്ന് പറയും. എന്നെ സംബന്ധിച്ച് ഞാൻ എല്ലായിടത്തും പറയുന്നുണ്ട്, ഞാനൊരു അഭിഭാഷകനാണ്. എനിക്ക് കിട്ടുന്ന പരിമിതമായ സമയങ്ങളിൽ പഠിച്ച് മനസ്സിലാക്കിയിട്ട് പറയുന്ന അഭിപ്രായങ്ങളാണ്. ഈ അഭിപ്രായങ്ങൾ എപ്പോഴും നിങ്ങൾ ഖുർആന്റെയും പ്രവാചക വചനങ്ങളുടെയും അടിസ്ഥാനത്തിൽ വേണം സ്വീകരിക്കാനും തിരസ്കരിക്കാൻ. ഇനി ഏതെങ്കിലും ചോദ്യത്തിന് എനിക്ക് ഉത്തരമില്ല എങ്കിൽ എന്റെ പരിമിതിയാണ്, ഒരിക്കലും ഇസ്ലാമിന്റേതല്ല. അതുകൊണ്ട് പ്രസക്തമായ ചോദ്യങ്ങൾ ചോദിക്കുക. നിങ്ങൾക്ക് തന്നിട്ടുള്ള കടലാസുകളിൽ ദയവ് ചെയ്ത് നിങ്ങളുടെ സംശയങ്ങൾ എഴുതുക. അതിനുള്ള ഉത്തരങ്ങൾ ഇവിടെ നൽകാൻ സമയമുണ്ടാകുമോ എന്ന് എനിക്കറിയില്ല, എങ്കിലും അത് എനിക്ക് ഉപകരിക്കും. അതുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹുമ്മ അഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലാഹുമ്മ അഹ്യിനാ അലൽ കിതാബി വസ്സുന്നഹ വഅമിത്നാ മഅൽ ഈമാനി വത്തൗബ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും. ഫാത്തിമ റിസ്വാൻ 2 ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നൊരു ഖബറിൽ ഒന്നിലധികം ആളുകളെ മറവ് ചെയ്യുന്നു, അവരുടെ ഖബറിലെ ശിക്ഷകൾ എങ്ങനെയായിരിക്കും എന്നതാണ് ചോദ്യം. ഈ ഖബറിനെ സംബന്ധിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു അറിവുണ്ടാകും. ഖബർ ഒരു കുഴി കുത്തി അതിൽ അടക്കം ചെയ്യുന്നതാണ് ഖബർ എന്ന ധാരണ ആദ്യം മാറ്റണം. കടലിലാണ് ഒരാൾ മരിക്കുന്നത് എങ്കിൽ, മുങ്ങി മരിക്കുന്നുവെങ്കിൽ അതാണ് അയാളുടെ ഖബർ. അതല്ലെങ്കിൽ അഗ്നിയിൽ എരിഞ്ഞടങ്ങുകയാണ് എങ്കിൽ അതാണ് ഖബർ. ബോംബ് സ്ഫോടനത്തിൽ ഒരാൾ മരിക്കുന്നുവെങ്കിൽ അതാണ് അയാളുടെ ഖബർ. അപ്പോൾ ഖബറിനെ സംബന്ധിച്ച് നാം കാണുന്ന രീതിയിൽ ഒരു കുഴി, അതിലൊരു മൃതശരീരം അടക്കം, മയ്യത്തടക്കം ചെയ്തത് ഖബറായിട്ടുള്ള ധാരണ ആദ്യം നമ്മൾ മാറ്റണം. ഇനി ഖബറിലെ ശിക്ഷയെ സംബന്ധിച്ച് ആളുകൾക്കിടയിൽ സംശയമുണ്ട്. ഖുർആനിൽ അതിനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത്
മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലെ ഫിർഔനെയും കൂട്ടരെയും പ്രഭാതത്തിലും രാത്രി സന്ധ്യാനേരത്തും ഖബറിന്റെ ശിക്ഷകളെ സംബന്ധിച്ച് കാണിക്കും. ഇത് തന്നെയാണ് പണ്ഡിതർ പറയുന്നത്. വ്യക്തമായിട്ട് ഖബറിലെ ശിക്ഷയെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നുണ്ട് എന്ന്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനയിലെല്ലാം ഖബറിലെ ശിക്ഷകളെ സംബന്ധിച്ച് അതിൽ നിന്നും രക്ഷ നേടുന്നതിനെ സംബന്ധിച്ചും പ്രവാചകൻ ഉണർത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ചോദ്യം, അവരുടെ ഖബറിലെ ശിക്ഷകൾ എങ്ങനെയായിരിക്കും? എല്ലാവർക്കും ഖബറിലെ ശിക്ഷകൾ കിട്ടും. ഇവിടെ ഖബറിൽ ആദ്യം ഒരു ഞെരുക്കം അനുഭവപ്പെടും. അതെല്ലാവർക്കും അനുഭവപ്പെടും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഒരു പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് ഒരു കുട്ടിക്കത് അനുഭവപ്പെടുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പ്രവാചകൻ പറഞ്ഞത്, ഒരു പ്രിയപ്പെട്ട അനുയായിയെ സംബന്ധിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ്, അദ്ദേഹത്തിന് പോലും അത് അനുഭവപ്പെടും. അനുഭവപ്പെടാതിരുന്നിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് അനുഭവപ്പെടുമായിരുന്നില്ല. അപ്പോൾ കുട്ടികൾക്കും അത് ഖബറിലെ ആ ഞെരുക്കം അനുഭവപ്പെടുമെന്നാണ് പറയുന്നത്. ഇത് ഖബറിലെ ശിക്ഷയെ സംബന്ധിച്ച് നല്ല ആളുകൾക്കും അതുപോലെ തന്നെ പാപം ചെയ്ത ആളുകളുമുണ്ട്. യഥാർത്ഥത്തിലുള്ള വിശ്വാസികളോട് അള്ളാഹു ചോദ്യങ്ങൾ ചോദിച്ച ശേഷം അവർക്ക് സ്വർഗത്തിലേക്കുള്ള ഒരു കവാടത്തെ സംബന്ധിച്ചുള്ള കാഴ്ച അവരുടെ ആത്മാവിന് അനുഭവപ്പെടുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. പാപികളെ സംബന്ധിച്ചിടത്തോളം നരകത്തിലെ ശിക്ഷ, യഥാർത്ഥത്തിലുള്ള ശിക്ഷ അവർ അനുഭവിക്കുന്നില്ലെങ്കിലും അത് നിരന്തരം അവർക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുള്ളത്. ഇത് ആത്മാവിനെ സംബന്ധിച്ചുള്ളൊരു ശിക്ഷയാണ് എന്നതാണ് ഒട്ടുമിക്ക പണ്ഡിതരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. കാരണം ശരീരം നശിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ മരണസമയത്ത് ആത്മാവ് ശരീരത്തിൽ നിന്ന് പോവുകയും പിന്നീട് പണ്ഡിതർ പറയുന്നത് ശരീരത്തിലേക്ക് തിരിച്ച് ആത്മാവ് വരികയും അതിനുശേഷം ഈ ശിക്ഷ അനുഭവപ്പെടുകയും പിന്നീട് ശരീരം നശിക്കുന്നതോടുകൂടി തന്നെ ഈ ആത്മാവ് അന്ത്യദിനത്തില് വീണ്ടും സൃഷ്ടിക്കപ്പെടുന്ന സമയത്ത് ശരീരത്തിലേക്ക് തിരിച്ചു വരുന്നതുവരെയും ആത്മാവിന് നല്ല ആളുടെ ആത്മാവാണ് എങ്കിൽ സ്വർഗത്തിൽ അയാൾ അനുഭവിക്കുന്ന അനുഭൂതികളെല്ലാം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. അതായത് ഒരു കാഴ്ചയിലൂടെ. അതേപോലെ തന്നെ നരകശിക്ഷ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ, അനുഭവിക്കേണ്ട ഒരു വ്യക്തിയാണെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള ദൃശ്യങ്ങളും അയാളെ കാണിക്കപ്പെടും എന്നാണ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ചോദ്യം, ഈസാ നബി ബൈബിളിലെ ദൈവപുത്രനാണെന്നും കുരിശിൽ തറക്കപ്പെട്ടു എന്നും എഴുതിയിരിക്കുന്നു. എന്നാൽ വിശുദ്ധ ഖുർആനിൽ ഈസാ നബി ഉയർത്തി എന്ന് പറയുന്നു. പ്രവാചകന്മാർ ത്യാഗങ്ങൾ സഹിക്കേണ്ടവർ ആണ്. അപ്പോൾ അത് ശരിയോ തെറ്റോ? ബൈബിളിൽ യേശുവിനെ ക്രൂശിച്ചതായിട്ട് പറയുന്നു. വിശുദ്ധ ഖുർആൻ വ്യക്തമായിട്ട് ഖുർആനിൽ പറയുന്നുണ്ട്, വഖൗലിഹിം ഇന്നാ ഖതൽനൽ മസീഹ ഈസ ഇബ്നു മറിയം റസൂലുള്ളാഹി വമാ ഖതലൂഹു വമാ സ്വലബുഹു വലാകിൻ ശുബിഹ ലഹും എന്ന് തുടങ്ങുന്ന വചനങ്ങൾ. മറിയമിന്റെ പുത്രൻ ഈസയെ അവർ വധിച്ചുവെന്ന്, യഹൂദർ വധിച്ചുവെന്നും ക്രൂശിച്ചുവെന്നും അവർ അഹങ്കരിക്കുന്നു. എന്നാൽ അവർ ക്രൂശിച്ചിട്ടുമില്ല, വധിച്ചിട്ടുമില്ല. ഖുർആൻ വ്യക്തമായിട്ട് പറയുകയാണ്. അവർ ഊഹത്തെ പിൻപറ്റുക മാത്രമാണ് ചെയ്യുന്നത്. അതിനെ സംബന്ധിച്ച് അവർ ഭിന്നതയിലാണ്. ഖുർആൻ പറയുകയാണ്, അതിനെ സംബന്ധിച്ച് അവർ ഭിന്നതയിലാണ്. അവർ അദ്ദേഹത്തെ ക്രൂശിച്ചിട്ടില്ല, നമ്മിലേക്ക് ഉയർത്തുകയായിരുന്നു എന്നാണ് അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. ബൈബിൾ പരിശോധിച്ചാൽ ഇത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. യേശുവിനെ ക്രൂശിച്ചതൊരു വെള്ളിയാഴ്ച. ഖുർആൻ പറയുന്നത് അവർ തമ്മിൽ ഭിന്നതയായിരുന്നു എന്നതാണ്. ഒരു വെള്ളിയാഴ്ച 12 മണിയോടുകൂടി എന്നതാണ്. സാധാരണ കുരിശ് മരണം എന്ന് പറയുന്നത് ഒരുപാട് സമയമെടുത്ത് ചിലപ്പോൾ ദിവസങ്ങളോളം കുരിശിൽ കിടന്ന് മരിക്കുന്നതാണ് ഒരു കുരിശിൽ കിടന്നിട്ടുള്ള മരണം. ഇവിടെ യേശുവിനെ 12 മണിക്ക് കുരിശിൽ കയറ്റിയിട്ട് 3 മണിയോടുകൂടി ജീവൻ പോയി എന്നാണ് ബൈബിളിൽ എഴുതപ്പെട്ടിട്ടുള്ളത്. ഇതിനെ സംബന്ധിച്ച്